ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ പീരയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് നമ്മളെ കൊഴുവ് വെച്ചിട്ടാണ് മീൻ പീര ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ കൊഴുവ് നന്നാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. നമ്മളങ്ങനെ കഴുത്തും വയറും വാലും ഒന്ന് വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നന്നാക്കി എടുക്കാം. പിന്നെ കല്ലുപ്പിട്ട് നന്നായി ഒന്ന് തിരുമ്മി കഴിക്കുന്നുണ്ടെങ്കിൽ ക്ലീനായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്, ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമ്മളുടെ പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളി മുഴുവൻ ചതച്ചെടുക്കണം. അപ്പോഴേക്കും എൻ്റെ പ്രിയപുത്രൻ ലാൻഡ് ചെയ്തു. അവന് ഇതൊക്കെ ചതയ്ക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം അംഗം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, നീ ഒരു കാര്യം ചെയ്യും, ഈ നാളികേരമൊക്കെ നീ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പണി ഞാൻ അവനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ള ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ തന്നെ പോയി ചതച്ചു. അതൊന്നും അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടോ. ഞാൻ ഈ നാളികേരം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും കൂടി അതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. അപ്പോഴേ ഞാൻ ആദ്യം ചേർത്തത് മഞ്ഞൾപ്പൊടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിത് നല്ല രീതിയിൽ ഒന്ന് കൈകൊണ്ട് തിരുമ്മിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു ചുള പുളി എന്ന് പറയില്ലേ, ആ പുളി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 4 പീസാക്കിയിട്ട്, ഒരു ചുളയാണ്, അത് 4 പീസാക്കിയിട്ട് ഞാൻ കുറച്ച് നേരമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി ഈ മീൻപാത്രം നമ്മൾ അടപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേണം ആദ്യം വേവിക്കാൻ. ഇനി തള വന്നിട്ട് വേണം തുറന്ന് വെച്ച് വേവിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാണ് വേണ്ടത് കേട്ടോ. കൊഴുവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ പാത്രം കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ടാണ് ഇങ്ങനെ മറിച്ചിടുന്നത് കേട്ടോ. അങ്ങനെ അധികം കയ്യിൽ ചെറുതായിട്ടൊന്ന് കയ്യിലിട്ട് ഇളക്കുന്നുള്ളൂ, അധികം പൊടിയാതെ നമ്മൾ നോക്കണം. അപ്പോൾ ഏകദേശം മീൻപയർ ഇങ്ങനെ വറ്റി വന്നു തുടങ്ങിയിട്ട് കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ ചുമ്മാ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ട് മീൻ പീര കഴിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതൊക്കെ ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മീൻ ഒരു പാത്രത്തിലേക്ക്, ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോഴേക്കും ഇവിടെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ ഇത് ചോറ് വിളമ്പി തുടങ്ങി. അപ്പോൾ ആദ്യം നല്ല ചൂട് ചോറിട്ടു. ഇതിലേക്ക് ഞാൻ മീൻ പീര ഇട്ടു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മാങ്ങച്ചാറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പപ്പടം, കുറച്ച് മീൻ കറിയും കൂടിയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഊണിനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.